ഹായ് ഹലോ അസ്സാമലൈക്കും റമലാൻ മുബാറക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലത്തെ നോമ്പുതുറൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക. പുതിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഫിഷാണ് കേട്ടോ, ചിക്കനോ മട്ടനോ ബീഫോ ഒന്നുമല്ല. അതിനൊരു കാരണം കൂടി ഉണ്ട്. ഇന്ന് നമുക്ക് ചോറാണ് കേട്ടോ. നോമ്പ് വറക്കണ സമയത്തൊക്കെ ഒരു 10-22 ദിവസമായില്ലേ അപ്പോൾ നമ്മൾ ചോറൊക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ നല്ല ഫ്രഷ് മീനാണ്, ചെറിയ മീനാണ്. അപ്പോൾ അതൊക്കെ മുറിച്ച് കഴുകി കായം പറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് പച്ചടി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ പച്ചടി ഉണ്ടാക്കണം ചിരങ്ങ വെച്ചിട്ടാണ്, ചിരങ്ങയും ചക്കക്കുരും വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ പഴുത്ത ചക്കൻ്റെ കുരുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയും കൂട്ടത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവർ കഴിച്ചോളും. സ്വന്തമായിട്ട് വെക്കുമ്പോഴാണ് അവർക്ക് കഴിക്കാൻ ഒരു മടി. അങ്ങനെ പിന്നെ പുലർച്ചക്ക് കുറച്ച് ചിരങ്ങൻ്റെ ഉപ്പേരി വേണം, പിന്നെ പപ്പടം പൊരിക്കണം, മീൻ പൊരിക്കണം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത് ചിരങ്ങ ജ്യൂസാണ് കേട്ടോ. ഇന്ന് ചിരങ്ങ കൊണ്ടൊരു കളിയാണ്. കാരണം ഈ ചൂടിന് നമ്മുടെ ശരീരത്തിന് തണുപ്പ് നിലനിർത്താൻ ചിരങ്ങ വളരെയധികം സഹായിക്കും. നമ്മുടെ റസൂലിന് ഇഷ്ടപ്പെട്ടൊരു വെജിറ്റബിൾ ആണല്ലോ അല്ലേ ചിരങ്ങ. അപ്പോൾ ഇതാ മോള് ചിരങ്ങയൊക്കെ തൊലി കളഞ്ഞ് നുറുക്കി കുക്കറിലാക്കിയിരിക്കണം കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ എന്നും മസ്റ്റാണ്. തരിയും പൊരിയൊക്കെ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലേ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. കാരണം തരി ഉണ്ടാക്കുമ്പോൾ പൊരി ഉണ്ടാക്കൂല, പൊരി ഉണ്ടാക്കുമ്പോൾ തരി ഉണ്ടാക്കൂല. കാരണം ഒന്നിച്ചുണ്ടാക്കിയാൽ അത് എന്തായാലും നോമ്പറക്കണ സമയത്ത് ബാക്കിയാവും, പിന്നെ അത് പുറത്ത് കളയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് അത് ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ നല്ല ഇളയ ചിരങ്ങ നോക്കിയിട്ട് വേണം കേട്ടോ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ എടുക്കാൻ. അങ്ങനെ ചിരങ്ങയൊക്കെ വേവിച്ചു. ഇപ്പോൾ ഇതാ ഒന്ന് ചൂടാറി വരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തേക്കണേ. ഇനി ചൂടാറിയ ചിരങ്ങ കൂട്ട് നമുക്ക് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് പഞ്ചസാര അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കട്ടോ, കൂടുതൽ ടേസ്റ്റ് ആവും. പിന്നെ ഏലക്കായൻ്റെ സീഡ് ഒരു 2 ഏലക്കായൻ്റെ സീഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 കാഷ്യൂനട്ടും ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യാനുസരണം പാല് ചേർത്തിട്ട് വീണ്ടും അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ചിരങ്ങ ജ്യൂസ് ഇവിടെ റെഡിയായി. ഇളനീരിൻ്റെ ജ്യൂസൊക്കെ അങ്ങോട്ട് മാറി നിൽക്കൂട്ട, അത്രക്ക് രുചിയാണ് ഈ ജ്യൂസിന്. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള ഏകദേശം എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് പക്കവട ഉണ്ടാക്കാനും ചായ ഉണ്ടാക്കാനും അത് ഒരു 5 മണി 5:30 ആകുമ്പോഴേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ മീൻ പൊരിക്കൽ, പപ്പടം കാച്ചൽ, ചിരങ്ങ പച്ചടിയും ചോറും ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് കൊണ്ട് മാത്രം ജ്യൂസാക്കാതെ ഇടയ്ക്ക് വെജിറ്റബിൾ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ജ്യൂസാക്കാനും പറ്റും. ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ജ്യൂസാക്കാം. എപ്പോഴും കുടിക്കണ ജ്യൂസ് ഒന്നൊരു വ്യത്യസ്തമാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ പൂച്ചപ്പാത്തും. എല്ലായിടത്തും പോകും, പക്ഷേ അവൾ അധികം വന്ന് നിൽക്കാറുള്ളത് ഇവിടെയാണ്. ഒരു അഹങ്കാരം ഇല്ലാത്തൊരു പൂച്ചയാണ് കേട്ടോ. കട്ട് തീറ്റ അങ്ങനെ ഒന്നുമില്ല. ഇതാ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാനും മോളൊക്കെ ഒന്ന് ഇങ്ങനെ മെല്ലെ തലോടി കൊടുക്കും. അതൊക്കെ നല്ല ഇഷ്ടമാണ്. ഒക്കെ 3 മക്കളുണ്ട് കേട്ടോ. വാർപ്പിൻ്റെ മേലെയാണ് അവിടെ താമസം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നല്ലൊരു ഉഷാർ കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.